തെരഞ്ഞെടുപ്പ് ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ 2006 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പറവൂരിൽ RSS തലവനായിരുന്ന ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്തത് ഏത് ഡീലിന്റെ ഭാഗമെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്ത ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. എസ് വിനേഷ് കുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ് കുമാർ, തുടക്കമിട്ടത് ഈ ഡീൽ ആരോപണവുമായി UDF ആണ്. പക്ഷേ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി അതിന് കൃത്യമായി എണ്ണി മറുപടി കൊടുക്കുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ, ഈ വിഷയം ആദ്യമായി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെ ഉന്നവിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോൾവാൾക്കർ പരാമർശം, അല്ലെങ്കിൽ ആ ചിത്രത്തിനുള്ള പൂജ ചെയ്യുന്നതൊക്കെ തന്നെയാണ് പ്രധാനമായും ആയുധമാക്കുന്നത്. അനിൽ, അമൃത, നമ്മൾ കണ്ടതാണ് പാലക്കാട് നിന്നാണ് ആദ്യമായി ഈ ഒരു ഡീൽ വിവാദം വരുന്നത്. പാലക്കാട് LDF സ്ഥാനാർത്ഥിയായ റസാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസാഖിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന ഒരു ഡീലിന്റെ ഭാഗമാണെന്നുള്ള ആരോപണമായിരുന്നു ആദ്യം UDFും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഉന്നയിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ 2006-ലും 2011-ലും ഇത്തരത്തിലുള്ള ഡീൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് RSSുമായി ഡീൽ നടന്നിട്ടുണ്ട്. ഇത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നും പറയുന്നുണ്ട്. 2006-ൽ നടന്നിരിക്കുന്ന ഈ ഗോൾവാൾക്കറുടെ ഒരു ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് വി ഡി സതീശനായിരുന്നു. ഇത് എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കടുത്ത നിലയിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. അതിൽ KC വേണുഗോപാൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. KC വേണുഗോപാൽ നിരവധി മണ്ഡലങ്ങൾ ഇത്തരത്തിലുള്ള ഡീൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എന്നാൽ ഒരു ഡീലും തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് ആദ്യമായി CPIM-ഉം BJPയും തമ്മിലുള്ള ഡീൽ തുടങ്ങുന്നു എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. എന്നാൽ ഒരു ഡീലും അല്ല, ജയിക്കാൻ വേണ്ടിയാണ് വന്ന് എന്ന് സുരേഷ് ഗോപി മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വി ഡി സതീശനാണ് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും ഗുഡ് ബുക്കിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്ന് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ K മുരളീധരൻ വരുന്നു. 10ഓളം മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡീൽ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിടുന്നത്. ഇതിനകത്ത് ഈ വി ഡി സതീശൻ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിക്ക് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചിത്രം സഹിതമാണ് എന്തായാലും ഇത്തരത്തിലൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.